ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്തമാറ്റിക്സിലെ 10ാമത്തെ ചാപ്റ്ററാണ് വെക്ടർ ആൾജിബ്ര. ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് 30 ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റിനകത്ത് പി എന്ന് പറഞ്ഞ പോയിന്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു വെക്ടർ പി ക്യൂ 3i + 2j - k ആണെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന് നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഒരു പോയിന്റ് ഇവിടെ ഉണ്ടെന്ന് ഇരിക്കും പി, ഇതിൻ്റെ കോർഡിനേറ്റ്സ് XYZ ആണെങ്കിൽ ഈ ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലോട്ട് വരയ്ക്കണ OP എന്ന് പറഞ്ഞ വെക്ടറാണ് ഈ പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ. ആ പൊസിഷൻ വെക്ടർ എങ്ങനെയാണ് ഉണ്ടാവുക? XI + YJ + ZK. ഈ പോയിന്റ്സ് വെച്ചിട്ടാണ് ഈ വെക്ടർ ഉണ്ടാക്കുക. ഇതാണ് പൊസിഷൻ വെക്ടർ. ഈ പൊസിഷൻ വെക്ടർ വെച്ചിട്ട് PQ എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ OQ - OP ആയിരിക്കും എന്ത്? വെക്ടർ PQ. ഒരു വെക്ടർ ഉണ്ടെങ്കിൽ ഇതതിൻ്റെ ഇനീഷ്യൽ പോയിന്റും ഇതതിൻ്റെ ടെർമിനൽ പോയിന്റുമാണ്. ഒരു വെക്ടർ PQ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് ടെർമിനൽ പോയിന്റ് മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ഇനീഷ്യൽ പോയിന്റ് ആണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ P എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ, Q എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ. ഇതാണ് വെക്ടർ PQ, ഇതാണ് വെക്ടർ OP, ഇതാണ് വെക്ടർ OQ. വെക്ടർ അഡീഷൻ വെച്ചാൽ OP + PQ എന്തായിരിക്കും? OQ. OP + PQ = OQ. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചാൽ. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നതാണ് PQ = OQ - OP. ഓക്കെ അല്ലേ? എനിക്കിതിനകത്ത് P എന്ന് പറഞ്ഞ പോയിന്റ് അറിയാലോ, അപ്പോൾ എനിക്ക് OP ഉണ്ടാക്കാൻ പറ്റും. OP എന്താ വരിക? 1i - 1j + 2k. ആ വാല്യൂ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് OQ കിട്ടിക്കോളും. അപ്പോൾ OQ എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടിക്കോളും. ഇതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്താം? OQ = PQ + OP. PQ എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 3i + 2j - k + OP i - j + 2k. ഇത് രണ്ട് വെക്ടറും കൂടെ ആഡ് ചെയ്ത് എന്താണ് വരിക? 4i + j + k. ഇതാണ് OQ. അപ്പോൾ Q എന്ന് പറഞ്ഞ പോയിന്റ് ഏതായിരിക്കും? ഇത് നോക്കിയാൽ കിട്ടുമല്ലോ, 4 1 1 ആയിരിക്കും ആൻസർ. 4 1 1. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരുന്നത്, 4 1 1. അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റിനകത്ത് A.Bൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ബീൻ്റെ വാല്യൂ. ഈ എയും ബിയും മാഗ്നിറ്റ്യൂഡ്സ് ആണ് കേട്ടോ, വെക്ടർ അല്ല, ഇത് സ്കേലറാണ്, മാഗ്നിറ്റ്യൂഡാണ് അതിൻ്റെ എയും ബിയും. ഓക്കെ, എയും ബിയും മാഗ്നിറ്റ്യൂഡും തന്നിട്ടുണ്ട്, A.Bൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. A × B ചോദിച്ചത്. എടാ A × B എന്ന് പറഞ്ഞാൽ അത് AB sin θ n∠, ഇങ്ങനെയല്ലേ മാർക്ക് ചെയ്യാറുള്ളത്? ഈ n∠ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു A ആൻഡ് B. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മളോട് ചോദിച്ചത്. A × Bൻ്റെ മോഡുലസ് അല്ലെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചുകൊണ്ട് AB sin θ ആയിരിക്കും ഉണ്ടാവുക. AB sin θ. അപ്പോൾ എനിക്ക് എൻ്റെയും ബീൻ്റെയും വാല്യൂ അറിയാം. എന്തിൻ്റെ വാല്യൂ ആണോ അറിയാത്തത്? sin θ. അത് തന്ന ഡാറ്റയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കേണ്ടി വരും. എയും ബിയും അറിയാം, A.B അറിയാലോ. A.B എന്ന് പറഞ്ഞാൽ AB cos θ ആണ്. അപ്പോൾ ഇതിൽ എയും ബിയും കൊടുത്താൽ എനിക്ക് cos θ കിട്ടും. cos θ കിട്ടിയാൽ എനിക്ക് sin θ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നോക്ക്, AB എന്താ? 10 × 2 × cos θ = 12. cos θ = 12/20. 4 കൊണ്ട് കട്ട് ചെയ്താൽ 3/5. ഇതിൽ നിന്ന് ഞാൻ എന്ത് കണ്ടുപിടിക്കണം? sin θ കണ്ടുപിടിക്കണം. ഒരു വഴിയിൽ cos θ ട്രയാങ്കിൾ വരച്ചോ. ഇവിടെ തീറ്റ cos θ എന്ന അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇത് 3 × 5 ആണ്. പൈതഗോറസ് തിയറം വെച്ചിട്ട് 4 ആയിരിക്കും. അപ്പോൾ എനിക്ക് sin θ വാല്യൂ കിട്ടും 4/5. ഓക്കെ അല്ലേ? 4 ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതിവിടെ കൊടുത്താൽ ആൻസർ ആയില്ലേ? 10 × 2 × sin θ എത്രയാ? 4/5. കട്ട് ചെയ്യും, ഇവിടെ 2 വരും. 2 × 2 4 × 4 16 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് ഒരു വെക്റ്റർ എ തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞത് ഈ വെക്റ്റർ എ വെക്റ്റർ ബി എന്ന് പറഞ്ഞ അതുമായിട്ട് 60 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചത് ഈ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ആണ്. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് എന്താ? ഈ എയിൽ നിന്ന്
ഇങ്ങനെ ബിയിലോട്ട് ഞാൻ പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ ലെങ്ത് ആണ് പ്രൊജക്ഷൻ. ഓക്കെ, എയിൽ നിന്ന് ബിയിലോട്ട്, വെക്ടർ ബിയിലോട്ട്, എൻ്റെ ഈ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുക, എയും ബിയും ടൈലും തട്ടിച്ച് ചേർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഈ ടെർമിനൽ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത്തിന് പറഞ്ഞ പേരാണ് ശരിക്കും എന്ത്, പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. ഓക്കെ അല്ലേ? അതിൻ്റെ ലെങ്ത് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ഇതിൻ്റെ ലെങ്ത് എത്ര ഉണ്ടാവുക? ഇത് വെക്ടർ എ അല്ലേ? അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ ലെങ്ത് എ ആയിരിക്കും ഉണ്ടാവുക. ഈ ആംഗിൾ എത്രയാണ്? തീറ്റ ആണെങ്കിൽ 60 ആണെങ്കിൽ ഈ ലെങ്ത് എത്ര ഉണ്ടാവുന്നത്? എ കോസ് 60 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പം നോക്ക്, ഇത് എ കോസ് 60 ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പം നോക്കിയേ, എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണെന്ന് അറിയാലോ. √3² പ്ലസ് 1² പ്ലസ് 2². ഇതെത്രയാ? 9 + 10 √14. ഓക്കെ ആണോ? അപ്പോൾ എന്താ വരിക നോക്കിയേ, √14 ഇൻറ്റു കോസ് 60 എത്രടാ? 1/2. അപ്പോൾ എത്ര വരിക? √14/2. ഓക്കെ ആണോ? √14/2. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഒരു കാര്യം ജസ്റ്റ് പ്രൊജക്ഷനെ പറ്റി പറഞ്ഞേക്കാം. ഇത് വെക്റ്റർ എ, ഇത് വെക്റ്റർ ബി, ഇത് ലെങ്ത്താണ് പ്രൊജക്ഷൻ. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എയും ആണ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ബി ആണ്. ബി ഇതാണ് പ്രൊജക്ഷൻ കിട്ടാൻ. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി, പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നറിയോ? എ കോസ് തീറ്റയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചിട്ട്, എ കോസ് തീറ്റ. ഇവിടെ ഞാൻ മുകളിലും താഴത്തൊരു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്താൽ ഇതെന്താവും എന്നറിയോ? മുകളിൽ എ ബി കോസ് തീറ്റ അല്ല, അതിനെന്ത് എഴുതാം? എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഈ രീതിയിലായിരിക്കും മിക്കവാറും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, എ ഡോട്ട് ബി ബൈ ബി. ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ നിങ്ങൾ ചിലർ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, അതായിരിക്കും എങ്ങനെ എ ഡോട്ട് ബി ബൈ ബി എന്നുള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് ചെയ്താൽ എ ബി കോസ് തീറ്റ ബൈ ബി. അപ്പോൾ ബിയും ബിയും കട്ടാവും, എ കോസ് തീറ്റ ഇതിലോട്ട് തന്നെ വരും കേട്ടോ, എ കോസ് 60 ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത് നോക്ക്, ഐ ഡോട്ട് ജെ ക്രോസ് കെ പ്ലസ് ജെ ഡോട്ട് ഐ ക്രോസ് കെ പ്ലസ് കെ ഡോട്ട് ഐ ക്രോസ് ജെ. ഇതിൻ്റെ വാല്യൂ ആണ് ചോദിച്ചത്. എടാ, ഡോട്ട് പ്രോഡക്റ്റ് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി കോസ് തീറ്റയാണ്. നിങ്ങൾക്കറിയാലോ, എക്സ് ആക്സും വൈ ആക്സും സെറ്റ് ആക്സും ഉണ്ടെങ്കിൽ എക്സ് ആക്സിൻ്റെ അലോങ്ങുള്ള യൂണിറ്റ് വെക്ടറാണ് ഇത് ഐ ക്യാപ്, വൈ ആക്സിൻ്റെ അലോങ്ങുള്ള ജെ ക്യാപ്, സെറ്റ് ആക്സിൻ്റെ അലോങ്ങുള്ള കെ ക്യാപ്. അപ്പോൾ ഈ എ ഡോട്ട് ബിൻ്റെ ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഒക്കെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. അതുകൊണ്ടാണല്ലോ യൂണിറ്റ് വെക്ടർ. നോക്ക്, ഐ ഡോട്ട് ഐ എന്ന് വന്നാൽ നമ്മൾ എന്താ ചെയ്താൽ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ഇൻറ്റു കോസ് 0. കാരണം രണ്ട് എക്സ് ആക്സിൻ്റെ അലോങ്ങല്ല, അപ്പോൾ ഇടക്കുള്ള ആംഗിൾ എത്ര? 0. കോസ് 0 1 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? 1. ഇതുപോലെ ജെ ഡോട്ട് ജെ വന്നാലും കെ ഡോട്ട് കെ വന്നാലും ഒക്കെ ആൻസർ എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. സെയിം. ഇനി ഐ ഡോട്ട് ജെ എന്നൊക്കെ വന്നാൽ, അല്ലെങ്കിൽ ജെ ഡോട്ട് കെ എന്ന് വന്ന്, അല്ലെങ്കിൽ ഐ ഡോട്ട് കെ എന്ന് വന്നാൽ ആൻസർ എന്താവും? 1 ഇൻറ്റു കോസ് 90 ആവും. കാരണം ഇതിൻ്റെ ഒക്കെ ഇടക്കുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. എല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ. അപ്പോൾ ആൻസർ എന്താവും? 0. കാരണം കോസ് 90 എത്രയാണ്? 0 ആണ്. അപ്പോൾ ഐ ഡോട്ട് ഐ ഇങ്ങനെ ഒരേ ആണ് വരുന്നതെങ്കിൽ ഐ ഡോട്ട് ഐ ജെ ഡോട്ട് ജെ കെ ഡോട്ട് കെ ആണെങ്കിൽ 1. അതല്ല രണ്ടെണ്ണം സെപ്പറേറ്റ് ഡിഫറെൻ്റ് ആണ് വരുന്നതെങ്കിൽ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും ഉണ്ടാവുക. ഐ ഡോട്ട് കെയും ജെ ഡോട്ട് കെയും ഒക്കെ വന്ന ആൻസർ എന്താവും? 0 ആവും. ഓക്കെ ആണല്ലോ. ഇതാണ് ഡോട്ട് പ്രോഡക്റ്റിൻ്റെ. ഇനി ക്രോസ് പ്രോഡക്റ്റ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യലെന്ന് അറിയോ? ഏറ്റവും എളുപ്പം ഐ ജെ കെ എന്നിട്ട് ഇങ്ങനെ ആരോ ഇട്ടു, ഐ ടു ജെ ടു കെ ടു ഐ. ഐ ക്രോസ് ജെ വന്നാൽ ഐ ക്രോസ് ജെ ആരോൻ്റെ ഡയറക്ഷനിലാണല്ലോ, അപ്പോൾ ആൻസർ കെ ആയിരിക്കും. തിരിച്ചാണ് വരുന്നതായിരിക്കും. ജെ ക്രോസ് ഐ ആണെങ്കിൽ ആരോൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ, അപ്പോൾ മൈനസ് കെ ആയിരിക്കും. ജെ ക്രോസ് കെ ആണെങ്കിൽ ജെ ക്രോസ് കെ ഇങ്ങോട്ടല്ലേ, ആരോൻ്റെ ഡയറക്ഷനിൽ, അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഐ ആയിരിക്കും. ക്ലിയർ ആണോ? ഐ ക്രോസ് കെ ആണെന്ന് ഇരിക്കും, ഐ ക്രോസ് കെ. അപ്പോൾ ആൻസർ എന്താ വരിക? ഐ ക്രോസ് കെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, മൈനസ് ജെ. ഇങ്ങനെയാണ് യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ ഓർത്ത് വെക്കൽ. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മളിവിടെ ചെയ്താൽ
ഐ ജെ കെ ആണ്. ഐ ജെ കെ നോക്കിയേ, ഐ ഡോട്ട് ജെ ക്രോസ് കെ എന്ത് വരും? ഐ വരും. പ്ലസ് ജെ ഡോട്ട് ഐ ക്രോസ് കെ എന്ത് വരും? മൈനസ് ജെ വരും. അപ്പം മൈനസ് മുമ്പിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, മൈനസ് ജെ. പ്ലസ് കെ ഡോട്ട് ഐ ക്രോസ് ജെൻ്റെ എന്ത് വരും? കെ വരും. എടാ ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ 1 ആണ്, ജെ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം -1 പ്ലസ് കെ ക്രോസ് കെ 1. അപ്പോൾ ആൻസർ എത്രയാണ്? 1 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ എ ഡോട്ട് ബിൻ്റെയും എ ക്രോസ് ബിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റൻ്റെ വാല്യൂ, തീറ്റ എന്ന് പറഞ്ഞാൽ എൻ്റെ ബിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്ര എന്നുള്ള ക്വസ്റ്റ്യൻ. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി സൈൻ തീറ്റയാണ്, എ ബി കോസ് തീറ്റയാണ്. എ ഡോട്ട് ബി എ ബി കോസ് തീറ്റ. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ ബി സൈൻ തീറ്റ എൻ ക്യാപ്പ് ആണ്. പക്ഷേ ഇവിടെ മോഡുലസ്, അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുന്നതുകൊണ്ട് എന്തായി? എ ബി സൈൻ തീറ്റ. എ ബി കട്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ. അല്ലെങ്കിൽ ഞാൻ കോസ് തീറ്റ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ടാൻ തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ തീറ്റൻ്റെ വാല്യൂ എത്രയാണ്? π/4 45 ഡിഗ്രി. അപ്പോൾ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യനിൽ എയും തന്നിട്ടുണ്ട് ബിയും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ. ആദ്യം അറിയേണ്ടത് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 1 ആണ്. ഒരു വെക്റ്റർ എ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ നമ്മൾ എ ക്യാപ്പ് നടുക. എ ക്യാപ്പ്. ഇങ്ങനെ യൂണിറ്റ് വെക്ടർ കിട്ടണമെങ്കിൽ ആ വെക്ടറിന് നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? അല്ലെങ്കിൽ മോഡുലസ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഒരു വെക്ടർ യൂണിറ്റ് വെക്ടർ കിട്ടണമെങ്കിൽ ഒരു വെക്ടർ എൻ്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ കിട്ടണം, ആ വെക്ടറിനെ എൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് യൂണിറ്റ് വെക്ടർ കിട്ടൽ. ഓക്കെ, ഇവിടെ പറഞ്ഞത് ക്വസ്റ്റ്യനിൽ പറഞ്ഞു എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആവണം. അപ്പോൾ ഓർക്കേണ്ടത് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി, രണ്ട് വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു വെക്ടർ എന്ന് ചോദിക്കുമ്പോൾ അതെപ്പോഴും എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബീൻ്റെ പ്രത്യേകതയാണെന്ത്? എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടർ എക്കും പെർപെൻഡിക്കുലർ ആണ്, ബിക്കും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? എയും ബിയും വെച്ചിട്ട് എ ക്രോസ് ബീൻ്റെ വാല്യൂ കാണും. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറഞ്ഞ വെക്ടർ കിട്ടുമല്ലോ. ആ വെക്ടറിൻ്റെ പ്രത്യേകത എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്. പക്ഷേ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താണ്? യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ നമ്മൾ ഈ വെക്ടറിനെ എന്ത് ചെയ്യും? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതുപോലെ അതെന്തായി മാറും? യൂണിറ്റ് വെക്ടർ. അങ്ങനെയാണ് ചെയ്യുന്ന പ്രൊസീജിയർ. ശരിക്കും ശ്രദ്ധിച്ചോ. ആദ്യം എന്ത് കണ്ടുപിടിക്കുക? എ ക്രോസ് ബി. കാരണം എ ക്രോസ് ബി ആണ് പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. എ ക്രോസ് ബി എങ്ങനെയാണ് കാണുക? ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ 3 1 4. അടുത്ത് 1 - 1 1 I into 1 minus minus 4 minus j into minus j into 3 minus 4 plus k cap into minus 3 minus 1. അപ്പോൾ എന്താണ് വരിക? 5 I cap plus j cap minus 4 k cap. ഈ വെക്ടർ കിട്ടി. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. എ ക്രോസ് ബീൻ്റെ മാഗ്നിറ്റ്യൂഡ് √5² plus 1² plus 4². ആൻസർ എത്ര? √42. അപ്പോൾ യൂണിറ്റ് വെക്ടർ അല്ലേ ചോദിച്ചാൽ? യൂണിറ്റ് വെക്ടർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? യൂണിറ്റ് വെക്ടർ കിട്ടാൻ എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. അപ്പോൾ എന്ത് ചെയ്യണടാ? ഈ വെക്ടറിനെ ഈ √42 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഓരോന്ന് എന്താവും? 5/√42 I cap പ്ലസ് 1/√42 j cap മൈനസ് 4/√42 കെ ക്യാപ്പ്. ഓക്കെ ആണോ? അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസ് എയും ബിയും സിയും അതിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് തന്നിട്ട് ട്രയാങ്കിൾ ഏത് ടൈപ്പാണെന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ ഓരോരോ സൈഡ്സ് കണ്ടുപിടിക്കും. എ ബി എന്ന് പറഞ്ഞ സൈഡ് ഒ ബി മൈനസ് ഒ എ ചെയ്താൽ മതി. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. മൈനസ് ആയി ഇവിടെ ഇല്ലല്ലോ. അപ്പം മൈനസ് ആയി 6j - 7j മൈനസ് ജെ 6k - 10k മൈനസ് 4k. ഓക്കെ, ഇനി എ സി എന്ന് പറഞ്ഞ സൈഡ് കാണാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒ സി മൈനസ് ഒ എ. ഒ സി മൈനസ് ഒ എ ചെയ്താൽ മൈനസ് 4i 9j - 7j പ്ലസ് 2j 6k മൈനസ് 4k. ഒന്നും കൂടെ ഇതാ ബി സി എന്താ വരിക?
ഒ സി മൈനസ് ഒ ബി, ഇത് മൈനസ് ഇത് മൈനസ് 4i മൈനസ് 3i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് 0k ക്യാപ്പ്. ഇനി ഇതല്ലേ ഓരോ സൈഡിൻ്റെ വെക്റ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ എനിക്ക് എന്ത് കിട്ടും? സൈഡിൻ്റെ ലെങ്ത്ത് കിട്ടും. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ ലെങ്ത്ത് കിട്ടാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ മതി. എ ബിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് വരിക? റൂട്ട് ഓഫ് 1 + 1 + 16 റൂട്ട് 18. എ സി റൂട്ട് ഓഫ് 16 + 4 + 16 റൂട്ട് ഇത് എത്രയുടെ വരുന്നത്? 36 6. ബി സി റൂട്ട് ഓഫ് 9 + 9 റൂട്ട് 18. ഓക്കെ അല്ലടാ? അപ്പോൾ ഇതിൽ രണ്ട് സൈഡ് ഈക്വലായിട്ട് വരുന്നുണ്ടല്ലോ, റൂട്ട് 18 റൂട്ട് 18. അപ്പോൾ എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു പാരലലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് തന്നിട്ടുണ്ട്, എയും ബിയും. എന്നിട്ട് ഇതിൻ്റെ ഏരിയ റൂട്ട് 81 ആണെന്ന് പറഞ്ഞു. ഇത് നമ്മൾ വെക്ടറിൽ പഠിക്കുന്നതാണ്. ഏരിയ ഇസ് ഈക്വൽ ടു എ ക്രോസ് ബീൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. എ ക്രോസ് ബീൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും എന്ത് വരിക? ഏരിയ ഓഫ് പാരലലോഗ്രാം വരിക. അപ്പോൾ നമുക്കിത് ആദ്യം എ ക്രോസ് ബി കാണണം. ഇതിനകത്ത് എ ക്രോസ് ബി ഈക്വൽ ടു ഐ ജെ കെ ഡിറ്റർമിനൻറ്റ് 2 ലാംഡ 0 ആദ്യത്തേൻ്റെ. അടുത്തതിൻ്റെതോ 3 ലാംഡ 4. നോക്കുക, ഐ 4 ലാംഡ മൈനസ് 0 മൈനസ് ജെ 8 മൈനസ് 0 പ്ലസ് കെ 2 ലാംഡ മൈനസ് 3 ലാംഡ 2 ലാംഡ മൈനസ് 3 ലാംഡ. അപ്പോൾ എന്തൊക്കെയാണ് വരിക? 4 ലാംഡ ഐ ക്യാപ്പ് മൈനസ് 8 ജെ ക്യാപ്പ് മൈനസ് ലാംഡ കെ ക്യാപ്പ്. ഇങ്ങനെ ആയിരിക്കും എ ക്രോസ് ബി വരിക. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ ഏരിയ? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ ശരിക്കും വരിക? റൂട്ട് ഓഫ് 4 ലാംഡ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 8ൻ്റെ സ്ക്വയർ പ്ലസ് മൈനസ് ലാംഡൻ്റെ സ്ക്വയർ. ഇതിൻ്റെ വാല്യൂ ആണ് റൂട്ട് 81. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഏരിയ. അപ്പോൾ ഞാൻ രണ്ട് സൈഡ് സ്ക്വയർ എടുത്താൽ റൂട്ട് പോയിക്കോളും. അത് എത്ര വരിക? 16 ലാംഡ സ്ക്വയർ പ്ലസ് 64 പ്ലസ് ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു 81. 17 ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു നിങ്ങളുടെ എത്ര വരിക? 81 മൈനസ് 64 17. അപ്പോൾ ലാംഡ സ്ക്വയർ എത്രയാണ്? 1. അപ്പോൾ ലാംഡൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യനിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബീൻ്റെ സ്ക്വയർ എത്രയാണ്? ഓപ്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി. ഇതെന്താ വരിക എന്നറിയോ? എ ബി സൈൻ തീറ്റ ആണല്ലോ ഇത്. ഇതിൻ്റെ സ്ക്വയറാണ് അപ്പോൾ വരിക മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ. അപ്പോൾ എന്താ കിട്ടുക? എ സ്ക്വയർ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഓപ്ഷൻസിനകത്ത് എ ഡോട്ട് ബി ഒക്കെ വരുന്നുണ്ട്. എ ഡോട്ട് ബി എന്നൊക്കെ പറയുമ്പോൾ എ ബി കോസ് തീറ്റയിലോട്ട് എത്തണ്ട. അപ്പോൾ ഞാൻ ഈ സൈൻ സ്ക്വയർ തീറ്റനെ കോസ് സ്ക്വയർ തീറ്റയിലോട്ട് മാറ്റി. എ സ്ക്വയർ ബി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അതാണ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ അതെന്താ? ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ സ്ക്വയർ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇത് എ സ്ക്വയർ ബി സ്ക്വയർ മൈനസ് അടുത്ത് നോക്കിയേ എ സ്ക്വയർ എ ബി കോസ് തീറ്റ ഓൾ സ്ക്വയർ എന്നിട്ടാൽ മതി. അപ്പോൾ ഇതെന്തായിക്കോളും എന്നറിയോ? ഇത് ശരിക്ക് മോഡുലസ് ഓഫ് എ സ്ക്വയർ മോഡുലസ് ഓഫ് ബി സ്ക്വയർ മൈനസ് എ ബി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ആണ് ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരുന്നത്. ഞാൻ അങ്ങനെ ആക്കിയത് ഓപ്ഷൻസിൽ ഇങ്ങനെയാണുള്ളത് കേട്ടോ. ഞാൻ മാഗ്നിറ്റ്യൂഡ് ഇട്ടത് സ്മോൾ ലെറ്റർ എയും ബിയും കണ്ട മാഗ്നിറ്റ്യൂഡാണ്. ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതാക്കിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 10ാമത്തെ ക്വസ്റ്റിനകത്ത് എയും ബിയും സിയും 3 വെർട്ടിസസ് ഓഫ് ട്രയാങ്കിൾസ് തന്നിട്ട് ഈ ആംഗിൾ എ ആണ് ചോദിച്ചത്. ഞാൻ അതിന് തീറ്റ എന്നാണ് പേരിട്ട്. ആ തീറ്റ കാണുകയാണ് വേണ്ടത്, ആംഗിൾ എ. ഇത് വെക്റ്റർ എ ആയിക്കോട്ടെ, ഇത് വെക്റ്റർ ബി ആയിക്കോട്ടെ. എൻ്റെയും ബിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ് അപ്പം എന്ത്? തീറ്റ. അപ്പോൾ ഞാൻ വെക്റ്റർ എയും വെക്റ്റർ ബിയും കാണണം. വെക്റ്റർ എ എന്ന് പറയുന്നത് എ ബി അല്ലേ? നോക്ക്, ഒരു പോയിൻ്റ് x1 y1 z1 അത് ജോയിൻ ചെയ്യണ വേറെ പോയിൻ്റ് x2 y2 z2 ആണെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ വെക്ടർ എന്താ ഉണ്ടാവുക? x1 i ക്യാപ് പ്ലസ് y1 j ക്യാപ് പ്ലസ് z1 k ക്യാപ് x2 i ക്യാപ് പ്ലസ് y2 j ക്യാപ് പ്ലസ് z2 k ക്യാപ്. നമുക്ക് എന്താ കിട്ടേണ്ടത്? വെക്റ്റർ എ ബി കിട്ടണമെങ്കിൽ ഒ ബി മൈനസ് ഒ എ അല്ലേ ചെയ്യേണ്ടത്?
ഇതിൻ്റെ പൊസിഷൻ വെക്ടർ പറയാം, ഇതിൻ്റെ പൊസിഷൻ വെക്ടർ പറയാം. അപ്പോൾ ഇത് x2 i ക്യാപ് മൈനസ് x1 i ക്യാപ്. അപ്പോൾ എന്താ വരിക ശരിക്ക്? x2 മൈനസ് കുറച്ച് വലുത് അങ്ങോട്ട് ചെയ്താൽ x2 മൈനസ് x1 i ക്യാപ് പ്ലസ് y2 മൈനസ് y1 j ക്യാപ് പ്ലസ് z2 മൈനസ് z1 k ക്യാപ് ആയിരിക്കും ഈ വെക്ടർ. അത് വെച്ചെടുത്താണ് ഒറ്റടിക്ക് എഴുതാം. ഈ എ ബി എന്ന് പറഞ്ഞ വെക്ടർ -1 -1 -2 i ക്യാപ് 0 -2 -2 j ക്യാപ് 4 -3 +1 k ക്യാപ്. അതുപോലെ വെക്ടർ ബി എന്ന് പറഞ്ഞാൽ അത് എ സി ആണ്. ഇതെങ്ങനെ ഇട്ടാ? നീ എന്താണ് മൈനസ് 0 -1 i ക്യാപ് 1 -2 j ക്യാപ് 2 -3 k ക്യാപ്. ഓക്കെ അല്ലേ? അപ്പോൾ എനിക്ക് എന്താ കിട്ടി? എയും ബിയും കിട്ടി. ഇനി എനിക്ക് എന്താ കിട്ടുന്ന? ആംഗിൾ അല്ലേ? ആംഗിൾ എങ്ങനെയാണ് കിട്ടുക? എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി കോസ് തീറ്റ അല്ലേ? അപ്പോൾ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് എ ഡോട്ട് ബി ബൈ എ ബി ആയിരിക്കും. അപ്പോൾ നമുക്ക് ആംഗിൾ കിട്ടിക്കോളും കോസ് തീറ്റ വെച്ചിട്ട്. നോക്ക്, എ ഡോട്ട് ബി ചെയ്യണം. എ ഡോട്ട് ബി എങ്ങനെ വെച്ചാൽ ഈ രണ്ട് വെക്ടർ ഉണ്ടെങ്കിൽ കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി എങ്ങനെ കിട്ടുക? x1 a1 2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ആ ടൈപ്പിലല്ലേ വരിക? -2 ഇൻറ്റു -1 പ്ലസ് -2 ഇൻറ്റു -1 പ്ലസ് 1 ഇൻറ്റു -1. ഇതാണ് മുകളിൽ ഉണ്ടാവുക എ ഡോട്ട് ബി. ഇനി ഓരോന്നിൻ്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് ഫസ്റ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുക 4 പ്ലസ് 1 റൂട്ട് ഓഫ് അടുത്തതിൻ്റെ -1² പ്ലസ് 1² പ്ലസ് 1². ഓക്കെ ആണോ? അപ്പോൾ മുകളിൽ എന്താ ഉണ്ടാവുക അറിയോ? 2 പ്ലസ് 2 -1. താഴെ √9 ഇൻറ്റു √3. മുകളിൽ എന്ത് വരും എന്നറിയോ? 4 - 1 3. താഴെയോ 3 √3. 3യും 3യും കട്ടായി. അപ്പോൾ 1/√3. തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/√3 ആണ് ആൻസർ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കണ്ടല്ലോ, അതിനകത്ത് എയും ബിയും സിയും ഉണ്ട്. സി ഡയഗണലാണ്, ഇത് രണ്ടും അഡ്ജസ്റ്റൻറ്റ് സൈഡ്സും ആണ്. അതൊക്കെ തന്നിട്ടുണ്ട്, എയും ബിയും. സി തന്നിട്ടില്ല, എയും ബിയും തന്നിട്ടുണ്ട്. ചോദിച്ചത് പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ സി ആണ്. പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ സി. നമ്മൾ നേരത്തെ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി പറഞ്ഞു. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു എന്താ? എ ഡോട്ട് ബി ബൈ ബി. അതുപോലെ ബി ഓൺ സി ആണെങ്കിൽ ബി ഡോട്ട് സി ബൈ സി ആയിരിക്കും വരിക. ബി ഡോട്ട് സി ബൈ സി. അപ്പോൾ എനിക്ക് എന്തായാലും സി കിട്ടണം. സി തന്നിട്ടില്ലല്ലോ. എടാ, ഈ ഇത് വെച്ചിട്ട് നോക്കിയാൽ സി എന്ന് പറഞ്ഞാൽ ശരിക്ക് എ പ്ലസ് ബി ആയിരിക്കും. അതെനിക്ക് എങ്ങനെ കിട്ടിയത്? ഈ 3 വെക്ടേഴ്സ് വെച്ച് നോക്കിയാൽ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ കണ്ടോ നിങ്ങൾ? ഇതും 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 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? സി കിട്ടും. ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര കിട്ടും നിങ്ങൾക്ക്? 3 i ക്യാപ് -6 j ക്യാപ് -3 k ക്യാപ്. ഇതാണ് സി. ഇനി എനിക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും വേണമല്ലോ. അപ്പോൾ സി ഈക്വൽ ടു √9 പ്ലസ് 36 പ്ലസ് 9. അത് ഇവിടുന്ന് ആട്ടോ കിട്ടുന്നത് 3² പ്ലസ് -6ൻ്റെ സ്ക്വയർ പ്ലസ് 3². ഇത് എത്രയുടെ വരിക? √9 പ്ലസ് 9 18 54 എന്ന് പറയുമ്പം 9 × 6 അല്ല. അപ്പോൾ 3√6 ആയിരിക്കും ഇത്. 3√6. അപ്പോൾ നോക്കിക്കോ, ബി ഡോട്ട് സി കിട്ടണ്ടേ? ബി ഡോട്ട് സി എന്താ? ബിയും സിയും കൂടെ ഡോട്ട് എടുത്താൽ 1 × 3 പ്ലസ് -2 × -6 പ്ലസ് -8 × -3 -8 × -3 3 ഡിവൈഡഡ് ബൈ താഴെ മാഗ്നിറ്റ്യൂഡ് 3√6ഉം 3 പ്ലസ് 12 പ്ലസ് 24/3√6. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത് നോക്കിയാൽ നിങ്ങൾ മുകളിൽ 15ഉം 24ഉം കൂടെ എത്രയാടാ? 39/3√6. ഇത് കട്ട് ചെയ്താൽ മുകളിൽ എത്ര വരും? 13/√6 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരുന്നത്, 13/√6. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 12ാമത്തെ ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റ ഇതാണ്. അതിനകത്ത് ബി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ക്വസ്റ്റിനകത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മോഡ് എക്സ് എത്രയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്ക്, ഇതിനകത്ത് എനിക്ക് 2നെ പുറത്തെടുത്താൽ ബാക്കി എന്താ ഉള്ളത്? എക്സ് മൈനസ് ബി ഡോട്ട് എക്സ് പ്ലസ് ബി ഡോട്ട് പ്രോഡക്റ്റ് ആണ് ഇതിനടക്കുള്ളത് കേട്ടോ. ഈക്വൽ ടു 30 2 ഇൻറ്റു ഞാൻ ഡോട്ട് എടുത്താൽ എക്സ് ഡോട്ട് എക്സ് പ്ലസ് എക്സ് ഡോട്ട് ബി മൈനസ്
ബി ഡോട്ട് എക്സ് പ്ലസ് മൈനസ് ബി ഡോട്ട് ബി ഈക്വൽ ടു 30. ഇത് രണ്ട് കട്ടാവും, ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് അല്ലേ. നോക്കടാ, എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ അത് എ സ്ക്വയർ ആണ്, എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എൻ്റെ സ്ക്വയർ ആണ്. അത് വെച്ച് നോക്കുമ്പം ഇവിടെ എന്ത് വരും, ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബീൻ്റെ സ്ക്വയർ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളായില്ലേ, പെട്ടെന്ന് കിട്ടുമല്ലോ ഇനി ആൻസർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ മൈനസ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 അല്ലേ, ഈക്വൽ ടു ഇത് കണ്ട് പോയാൽ എന്തായി 15. അപ്പോൾ മോഡ് എക്സിൻ്റെ സ്ക്വയർ എത്രയാടാ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ എത്ര 16. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് എത്രയാടാ 4. പ്ലസ് ഓർ മൈനസ് 4 എഴുതൂല, കാരണം എന്താ, ഇത് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ, വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ലെങ്ത് അല്ലേ, അപ്പോൾ പോസിറ്റീവേ നമ്മൾ പറയുള്ളൂ. അപ്പോൾ ആൻസർ 4 ആയിരിക്കും, ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റിലെ ട്രയാങ്കിൾ എ ബി സി ഡിൻ്റെ കേസിൽ ഇതിൽ ഏതാ കറക്റ്റ് അല്ലാത്തതെന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിയേ, എ ബി സി. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ അടുത്ത് കുറേ വെക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഒരു വെക്ടർ ഇങ്ങനെ ഉണ്ട്, അതിലോട്ട് ഞാൻ വേറെ വെക്ടർ ആഡ് ചെയ്ത് ഈ വെക്ടർ, പിന്നെ അതിലോട്ട് ഞാൻ വേറെ വെക്ടർ ആഡ് ചെയ്തത്, പിന്നെ ഞാൻ വേറെ വെക്ടർ ആഡ് ചെയ്തത്, പിന്നെ വേറെ വെക്ടർ ആഡ് ചെയ്തത്. ഇപ്പോൾ എത്ര വെക്ടറായി, 5 വെക്ടറായി. ഇതിനൊന്നായിട്ട് റിസൾട്ടൻ്റ് എത്രയെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്താൽ മതി, ഈ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് എൻഡ് ചെയ്ത പോയിന്റിലോട്ട് എന്ത് ചെയ്ത വെക്ടർ ഇതായിരിക്കും എൻ്റെ റിസൾട്ടൻറ്റ്. ഓക്കെ അല്ലേ, എത്ര വെക്ടർ ഉണ്ടെങ്കിലും ആഡ് ചെയ്യാൻ നമ്മൾ ഒന്നിൻ്റെ ഹെഡിനെ നമ്മൾ അടുത്ത ടൈൽ വെച്ച് ഇങ്ങനെ വന്ന് അവസാനം ഈ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ലാസ്റ്റ് പോയിന്റിലോട്ട് വരച്ചാൽ. ഇതിനകത്ത് നിങ്ങൾ കണ്ടോ, ഈ ഓപ്ഷന് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ. അപ്പോൾ എന്തായി, സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലോട്ട് തന്നെ എത്തിയില്ലേ, അപ്പോൾ റിസൾട്ടൻ്റ് എന്തായിരിക്കും, ഇത് കറക്റ്റാണ്. ഏതാ കറക്റ്റ് അല്ലാത്തതെന്നാണ് ക്വസ്റ്റിനകത്ത് ചോദിച്ചത്. ഓക്കെ, ഏതാണ് ചോദിച്ചത്, ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ അതിന് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന സാധനമല്ലേ അത്, എ ബി പ്ലസ് ബി സി മൈനസ് സി എ. അപ്പോൾ ഇതൊരിക്കലും കറക്റ്റ് ആവില്ല. അപ്പോൾ ഇതായിരിക്കും ഫൈനൽ ആൻസർ. പറഞ്ഞ മനസ്സിലാണ്, ഇത് കറക്റ്റാണ്, അപ്പോൾ ഇതെന്താവില്ല, കറക്റ്റ് ആവില്ല. ഇതൊന്ന് നോക്കിയാൽ നിങ്ങൾ, എ ബി പ്ലസ് ബി സി മൈനസ് എ സി. എ സി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ, ഓക്കെ, മൈനസ് എ സി എന്ന് പറയുമ്പോൾ എന്തായി, തിരിച്ച് ഇങ്ങോട്ടേക്കായി. മൈനസ് വെക്റ്റർ എ സി എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും സി എ ആണ്. അപ്പോൾ ഇതും രണ്ടും സെയിം ആണ്. ഇനി ഇത് നോക്ക്, എ ബി മൈനസ് സി ബി എന്ന് പറഞ്ഞാൽ ബി സി ആണ് ശരിക്ക്. അപ്പോൾ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആയി. അപ്പോൾ ആൻസർ ഏതാ വരിക, ഓപ്ഷൻ സി ആയിരിക്കും വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്നുള്ളതാണ്. സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റിൽ ഓർക്കേണ്ടത് എ ബി സി, ബോക്സ് എ ബി സി വന്നാൽ അത് എ ഡോട്ട് ബി ക്രോസ് സി ആണ്. എ ഡോട്ട് ബി ക്രോസ് സി. ആ റിസൾട്ട് വെച്ച് ഞാൻ ഇതിനെ എഴുതിയാൽ ഇത് എ പ്ലസ് ബി ഡോട്ട് ബി പ്ലസ് സി ക്രോസ് സി ക്രോസ് എ ആണ്. അപ്പോൾ ആദ്യം ഉള്ളിലുള്ള ക്രോസ് ചെയ്താൽ എ പ്ലസ് ബി ഡോട്ട് ഉള്ളിൽ എടുത്താൽ എന്താ വരിക പറഞ്ഞോ, ബി ക്രോസ് സി പ്ലസ് ബി ക്രോസ് എ പ്ലസ് സി ക്രോസ് സി പ്ലസ് സി ക്രോസ് എ, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കാറോ, സി ക്രോസ് സിൻ്റെ വാല്യൂ എന്തായി പോകും, 0. കാരണം സി ക്രോസ് സി എന്ന് പറഞ്ഞാൽ സി സൈൻ 0 അല്ല, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ 0 ആയതുകൊണ്ട് ക്രോസ് പ്രോഡക്റ്റ് എന്തായി പോകും, 0 ആയി പോകും. ഇനി ബാക്കിയുള്ള നോക്കിയാൽ ഇതുകൊണ്ട് ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എ പ്ലസ് ബി ഡോട്ട് ബി ക്രോസ് സി പ്ലസ് ബി ക്രോസ് എ പ്ലസ് സി ക്രോസ് എ. ഇനി ഞാനിത് ഓരോന്നുകൊണ്ട് ഇങ്ങോട്ട് ഡോട്ട് എടുക്കും. അപ്പോൾ ഫസ്റ്റത്തെ എ ഡോട്ട് ബി ക്രോസ് സി പ്ലസ് എ ഡോട്ട് ബി ക്രോസ് എ പ്ലസ് എ ഡോട്ട് സി ക്രോസ് എ പ്ലസ് ഇതുപോലെ ബി ഡോട്ട് ബി ക്രോസ് സി പ്ലസ് ബി ഡോട്ട് ബി ക്രോസ് എ പ്ലസ് ബി ഡോട്ട് സി ക്രോസ് എ. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വേറെ പ്രോപ്പർട്ടി, ഇതിനകത്ത് എ ബി എ ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. രണ്ടെണ്ണം ഒരേപോലെയുള്ള വെക്ടറാണ് സ്കേലാർ പ്രോഡക്റ്റ് വരുന്നത്, അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം എന്താ പറയുക, ഇത് പിന്നെ 2 വെക്ടറല്ലേ ഉള്ളൂ, അപ്പോൾ കോപ്ലാനറായി മാറും.
കോപ്ലാനർ ആണ് അതിൻ്റെ വാല്യൂ 0 ആണ് വരിക. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കേണ്ടത് രണ്ടെണ്ണം ഒരേപോലത്തെ വെക്റ്റേഴ്സ് വരികയാണെങ്കിൽ സ്കെലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എത്ര വരും? 0 വരും. ഇതിനെ ഞാൻ ബോക്സിലോട്ട് മാറ്റിയാൽ ബോക്സ് ABC അല്ലേ, ഇത് കുഴപ്പമില്ല, ബോക്സ് ABC. അടുത്തത് ബോക്സ് ABA ആണ് വരിക, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താവും? 0 ആവും. അടുത്ത് ACA ആണ്, ഒരുപോലത്തെ രണ്ടെണ്ണം വന്നില്ലേ, അപ്പോൾ ഇതും 0 ആയി. അടുത്ത് BBC ഒരുപോലെയുള്ള രണ്ടെണ്ണം വന്നു, 0 ആയി. അടുത്തതിൻ്റെ BBA ഇതും എന്തായി? 0 ആയി, കാരണം 2B വന്ന്. അടുത്ത് BCA ഇത് 0 ആവില്ല. ഇനി ആകെ എത്ര ടൈമേ ബാക്കിയുള്ളൂ? ABC മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് എന്താ ചെയ്യുക, ഈ 2 ടേം വെച്ചിട്ട് ഫസ്റ്റ് ടേം എന്താ? ABC. പിന്നത്തെ ടേം ഉള്ളത് BCA ആണ്. ഇത് ABC. ഒരു സ്കെലാർ ട്രിപ്പിൾ പ്രോഡക്റ്റിൽ നമ്മൾ രണ്ടെണ്ണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് ഇതിൻ്റെ സൈൻ മാറും, അപ്പോൾ അത് മൈനസ് ആവും. അപ്പോൾ BAC എന്നായി. ഞാനെന്താ ചെയ്ത് ഈ 2 വെക്ടർ രണ്ടുകൊണ്ട് ഇൻ്റർചേഞ്ച് ചെയ്ത്, അപ്പോൾ ഇതെന്തായി? പ്ലസ് ഉള്ള എന്തായി? മൈനസ് ആയി. അടുത്തതിൽ ഞാൻ ABC ഇതിങ്ങനെ തന്നെ നോട്ടെ, ഇത് രണ്ടാണ്ട് മാറ്റി, അപ്പോൾ ഒരു മൈനസ് കൂടെ വന്നിട്ട് ഇത് എന്താവും? പ്ലസ് തന്നെ ആവും. ഇവിടെ എന്താവും? ABC ആവും. അപ്പോൾ ആൻസർ എന്തായി? 2ABC. ഇതായിരിക്കും ഫൈനൽ ആൻസർ. ഒരു ഓപ്ഷൻ D ആയിരിക്കും ആൻസർ. 2 ഇൻറ്റു ബോക്സ് ABC. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യനിൽ എയും ബിയും ഒരു പാരലലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ്, ഒരു പാരലലോഗ്രാമിൻ്റെ അതിന് അഡ്ജസൻറ്റ് സൈഡ്സ് ആണിത്, ഡയഗണൽസ് ആണ് സിയും ഡിയും. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചത് C ക്രോസ് Dൻ്റെ വാല്യൂ ചോദിച്ചത്. അത് എൻ്റെയും ബീൻ്റെയും ടേംസിലാണ് വരേണ്ടത്. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? ഏരിയ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് B ആണ്. അതുപോലെ ഏരിയ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് C ക്രോസ് Dൻ്റെ ഹാഫാണ്. ഒരു പാരഗ്രാമിൻ്റെ ഏരിയ സൈഡ് കിട്ടിയാൽ ഇങ്ങനെയും ഡയഗണൽ കിട്ടിയാൽ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യൽ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പോൾ ഹാഫ് ഇൻറ്റു C ക്രോസ് D ഈക്വൽ ടു A ക്രോസ് Bൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ എന്നോട് ചോദിച്ചത് C ക്രോസ് Dൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അതെന്താ വരിക? 2 ഇൻറ്റു A ക്രോസ് Bൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഓപ്ഷൻ നോക്ക്, ഓപ്ഷൻ C ആയിരിക്കും ആൻസർ വരുന്നത്. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ സെക്ഷൻ ഫോർമുല വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A എന്ന് പറഞ്ഞ പോയിന്റും B എന്ന് പറഞ്ഞ പോയിന്റും ഉണ്ട്, അതിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് ആണിത്. അങ്ങനെയാണെങ്കിൽ P എന്ന് പറഞ്ഞ പോയിൻ്റ് പൊസിഷൻ വെക്ടർ എത്ര? ഈ Pൻ്റെ പ്രത്യേകത ABനെ 2:3 എക്സ്റ്റേണലി എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാലോ, 2 പോയിൻ്റ്, ഒരു പോയിൻ്റ് എയും ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ എയും വേറെ പോയിൻ്റ് പൊസിഷൻ വെക്ടർ ബിയും ആണെങ്കിൽ ഇതിനെ M/N ഡിവൈഡ് ചെയ്യുകയാണ്. എക്സ്റ്റേണലി ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്താൽ കിട്ടാൻ പോകുന്ന പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ, അപ്പോൾ ആ പൊസിഷൻ വെക്ടർ P ആണെന്ന് വിചാരിച്ചോ, എന്താ വരിക? MB - NA/M-N. ഇത് ഇൻറ്റേർണലി ആണ്, എന്താവും? പ്ലസ് ആവും. ആ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഇത് എക്സ്റ്റേണലി അതുകൊണ്ട് മൈനസ് ആയിരിക്കും. അത് വെച്ച് ഇത് എഴുതിയാൽ വളരെ പെട്ടെന്ന് കിട്ടും ആൻസർ. പോയിന്റ് P അല്ല, അതിൻ്റെ പൊസിഷൻ വെക്ടർ P is equal to 2B - 3A/2 - 3. താഴെ എന്താ വരുന്നത്? -1 അല്ലേ, അപ്പോൾ മൈനസ് വരും ഇതിനൊക്കെ. -2B + 3A ഇതായിരിക്കും ആൻസർ. 3A - 2B. ആൻസർ ഏതാ വരെ? ഓപ്ഷൻ D ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ, 3A - 2B, D ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നോക്കടാ, ഇത് XI ക്യാപ്പ്, XJ ക്യാപ്പ്, XK ക്യാപ്പ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ A ആയിക്കോട്ടെ 1 വരണ്ട്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് ഉണ്ടാവുക? x² പ്ലസ് അടുത്തതും x², അടുത്തതും x². ഇതിൻ്റെ വാല്യൂ എത്ര വരണം? 1. അപ്പോൾ ഇത് 3x² = 1 അല്ലേ, സ്ക്വയർ ചെയ്താൽ റൂട്ട് പോകും. അപ്പോൾ x² എത്ര? 1/3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ±1/√3 ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 ആവുന്ന മീനിങ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ A ആയിരിക്കും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 18ാമത്തെ ക്വസ്റ്റ്യനിൽ 2 വെക്ടർ തന്നു, എയും ബിയും. ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻറ്റിന്, അതായത് റിസൾട്ടൻ്റ് പറയുമ്പോൾ എന്താണ്? A + B. ഇതിന് പാരലൽ ആവും വേണം. പിന്നെ എന്ത് വരണം? മാഗ്നിറ്റ്യൂഡ് 5 വരെയും വേണം.
ഓക്കെ അല്ലേ? മാഗ്നിറ്റ്യൂഡ് 5 വരെയും വേണം. അങ്ങനത്തെ ഒരു വെക്ടറാണ് ചോദിച്ചത്. ഞാൻ ആദ്യം തന്നെ A+B കണ്ടുപിടിച്ച്. A+B എന്താ വരിക? രണ്ടും കൂടെ ആഡ് ചെയ്താൽ 3i + j ഇത്രേ ഉണ്ടാവുള്ളൂ. 3i + j ഇത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? ഇത് കിട്ടി. ഇതിന് ഞാൻ C എന്ന് പേരിട്ട്. ഇനി ഇതിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടറാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വരേണ്ടത്? 5. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടു. യൂണിറ്റ് വെക്ടർ എത്ര? C/magnitude of C. 3i + j ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് എത്ര വരിക? 9 + 1 എത്ര? 10. 3/√10i + 1/√10j. ഇതായിരിക്കും യൂണിറ്റ് വെക്ടർ. ഈ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 1 ആണ്. എനിക്ക് മാഗ്നിറ്റ്യൂഡ് വേണ്ട 5 ആണ്. അപ്പോൾ ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസറായി. അപ്പോൾ നമുക്ക് കിട്ടേണ്ട റിക്വയർഡ് വെക്ടർ ഈക്വൽ ടു 5 × C cap. കാരണം C capൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. 5 കൊണ്ട് മൾട്ടിപ്ലൈ മാഗ്നിറ്റ്യൂഡ് എന്തായിക്കോളും? 5 ആയിക്കോളും. 5 × 3/√10i + 1/√10j. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ 15/√10i + 5/√10j. അപ്പോൾ ആൻസർ എത്ര വരും? ഓപ്ഷൻ ബി ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എയും ബിയും തന്നിട്ട് A+B A-B ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ഏതാണ്? ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു. ഒരു യൂണിറ്റ് വെക്ടർ ആയിരുന്നു. ഇതിനകത്ത് രണ്ട് വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടിനെയും ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അതായത് എയും ബിയും രണ്ട് വെക്ടർ ഉണ്ടെങ്കിൽ ആ രണ്ട് വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വെക്ടർ A×B ആണ്. ഞാൻ ആദ്യം എന്തായാലും ഇതിനകത്ത് A+B കണ്ടുപിടിച്ച്. A+B എത്ര വരിക? 4i + 4j. ഇത് കട്ടായി പോലെ. A-B ചെയ്താൽ എന്താ കിട്ടുക? 2i ഇത് കട്ടാവും +4k. ഇതിന് ഞാൻ C എന്ന് പേരിട്ട്, ഇതിന് ഞാൻ D എന്നും പേരിട്ട്. എന്നോട് ചോദിച്ചു ഇതിന് രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ട് വെക്ടർ അല്ലേ? പെർപെൻഡിക്കുലർ ടു C ആൻഡ് D ചോദിച്ചാൽ ഞാൻ എന്ത് കണ്ടാൽ മതി? C×D കണ്ടാൽ മതി. C×D എങ്ങനെ കിട്ടുക? i, j, k. ഫസ്റ്റത്തേൽ എന്താ വരിക? 4 4 0. അടുത്തതിൽ 2 0 4. അപ്പോൾ ചെയ്ത് നോക്ക്. i × 16 - 0 - j × 16 - 0 + k × 0 - 8. 16i cap - 16j cap - 8k cap. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. 20ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു വെക്ടർ എ തന്നിട്ടുണ്ട്. ഈ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ഉണ്ട്. ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് വെക്ടർ പെർപെൻഡിക്കുലർ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് ആണ് ക്വസ്റ്റിനകത്ത് ചോദിച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആൻസേഴ്സ് പല ടൈപ്പിലും വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ തന്ന ഓപ്ഷൻസിൽ ഏതാണ് ഇതിന് കറക്റ്റ് ആവണമെന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒരു വെക്ടർ എ ഈ ഡയറക്ഷനിലാണെന്ന് തിരിച്ചോ. വെക്ടർ എക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു വെക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയും വരാം, ഏത് ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്തുകൊണ്ട് വരാമല്ലോ. അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആൻസേഴ്സ് കിട്ടാം. അതിനകത്ത് ഈ ഓപ്ഷൻസിൽ ഏതാ ചെക്ക് ചെയ്താൽ നോക്കേണ്ടി വരും. ഓക്കെ, ഓപ്ഷൻസിൽ ഏതാ കറക്റ്റ് നോക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു വെക്ടർ അല്ലേ? വെക്ടർ എ. ഈ വെക്ടർ എൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് നോക്കിയാൽ എനിക്ക് എത്ര കിട്ടുക? 1 1 -2. ഇനി ഇങ്ങനെ ഡയറക്ഷൻ റേഷ്യോസ് തന്നെ നോക്കണം എന്നില്ല. ഇതിപ്പോൾ ഒരു വെക്ടർ എ, ഇതൊരു വെക്ടറാണ് ശരിക്കും. ഡയറക്ഷൻ കൊസൈൻസ് 1/√3i cap + 1/√3j cap + 1/√3k cap. ഇത് രണ്ടും കൂടി ഡോട്ട് എടുക്കുമ്പോൾ എനിക്ക് എന്ത് വരണം? 0 വരണം. അങ്ങനെയാണെങ്കിൽ രണ്ടും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. കാരണം രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നോക്ക്, ഇത് രണ്ടും കൂടെ ഡോട്ട് എടുത്താൽ ഇവിടുത്തെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 1 -2 അല്ലേ? അവിടുത്തത് 1 1 -2ഉം 1/√3 1/√3 1/√3. ഇതാണ് ഇവിടുത്തെ ഡയറക്ഷൻ കൊസൈൻസ്. ഡയറക്ഷൻ കൊസൈൻസിനെ LMN എന്നൊക്കെയാണ് ഡിനോട്ട് ചെയ്യൽ. അപ്പോൾ ഇത് രണ്ടും ഡോട്ട് എടുത്താൽ 1 × 1/√3 + 1 × 1/√3 -2 × 1/√3. ഇത് രണ്ടും കൂടെ എഴുതാം. 2/√3 - 2/√3 0 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആണ്. ഇനി ഇത് ഡയറക്ഷൻ കൊസൈൻ ആണോ എന്ന് അറിയണമെങ്കിൽ L² + M² + N² വാല്യൂ എന്ത് വരണം? 1 വന്നാലേ ഡയറക്ഷൻ കൊസൈൻസ് ആവുള്ളൂ. അതിനെ സ്ക്വയർ ചെയ്താടി 1/√3 ² + 1/√3 ² + 1/√3 ² 3/3 1 വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും ആൻസർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ?
പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കണം. ഇനി ഇത് എന്തുകൊണ്ട് ഓപ്ഷൻ ബി അല്ല എന്നുള്ളത് വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കുമ്പം രണ്ടാമത്തെ കണ്ട നിങ്ങൾ രണ്ടാമത്തേനെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ എന്താ 4/3. ഇതിനെ സ്ക്വയർ ചെയ്താൽ 4/3. അടുത്ത 1/3, അടുത്ത 1/3. ഇത് എത്രയാണ് വരുന്നത്? 6/3 2 വരുന്നത്. ഇതൊരിക്കലും എന്താവില്ല, ഡയറക്ഷൻ കൊസൈൻ ആവില്ല. അടുത്ത ചെയ്ത് നോക്ക് 1/6 പ്ലസ് 1/6 പ്ലസ് 4/6 6/6 എത്ര 1 ആണ്. അപ്പോൾ ഇതിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പം 1/√6 1/√6 മൈനസ് 2/√6. ഇത് ചെയ്ത് നോക്കിയാൽ 1 × 1/√6 പ്ലസ് 1 × 1/√6 പ്ലസ് മൈനസ് 2 മൈനസ് അപ്പോൾ പ്ലസ് 4/√6. ഇത് 0 ആവുമോ? 0 ആവില്ല. അപ്പോൾ എ ഡോട്ട് ബീൻ്റെ വാല്യൂ എന്തല്ല? 0 അല്ല. അപ്പോൾ ഇത് രണ്ടും എന്തല്ല പെർപെൻഡിക്കുലർ. ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് നിങ്ങൾക്ക് ഒരിക്കലും എന്തിട്ടില്ല, രണ്ടും കൂടെ എന്തായാലും ശരിയാവില്ല. ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ ശരിയായെന്ന് വരാം, പക്ഷേ രണ്ടും കൂടെ ശരിയാവുന്നതായിരിക്കും ആൻസർ. എന്തൊക്കെ ചെയ്ത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 വരുന്ന മാഗ്നിറ്റ്യൂഡ് നോക്കുമ്പോൾ 1 ആവും വേണം. ഇങ്ങനെ അതേ എന്താവുള്ളൂ, ഡയറക്ഷൻ കൊസൈൻസ് ആവുള്ളൂ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 21ാമത്തെ ക്വസ്റ്റിൽ ഈ 4 പോയിന്റ്സ് കോപ്ലാനാർ ആണെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ ചോദിച്ചത്. ഓക്കെ, ഞാൻ ഇതിനെ ജോയിൻ ചെയ്ത് ഇതിനെയും ജോയിൻ ചെയ്ത് ഇത് വെക്റ്റർ എ, ഇത് വെക്റ്റർ ബി, ഇത് വെക്റ്റർ സി. ഈ 3 വെക്റ്റേഴ്സ് അപ്പോൾ കോപ്ലാനാർ ആണ്. ഈ 4 പോയിന്റ്സ് കോപ്ലാനാർ ആവണമെങ്കിൽ 3 വെക്റ്റേഴ്സ് കോപ്ലാനാർ ആണെങ്കിൽ അതിൻ്റെ ബോക്സ് എ ബി സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അതിൻ്റെ കാരണം എന്താ? ഈ ബോക്സ് എ ബി സി എന്ന് പറഞ്ഞാൽ അത് എ ഡോട്ട് ബി ക്രോസ് സി അല്ലേ? എ ഡോട്ട് ബി ക്രോസ് സി ആണ്. നോക്കടാ, കോപ്ലാനാർ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഒരേ പ്ലെയിനിൽ എന്നല്ലേ മീനിങ്? ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇവിടെ സി ഉണ്ട് എന്ന് വിചാരിച്ചു. എയും ബിയും സിയും ഒരേ പ്ലെയിനിലാണെങ്കിൽ ഞാൻ ബി ക്രോസ് സി എടുക്കുമ്പോൾ നമ്മൾ കുറേ തവണ ഇപ്പോൾ പറഞ്ഞു, 2 വെക്റ്റേഴ്സിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പം കിട്ടുന്ന റിസൾട്ടൻ്റ് രണ്ടെണ്ണത്തിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ ബിക്കും സിക്കും പെർപെൻഡിക്കുലർ. ചുരുക്കി പറഞ്ഞാൽ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഏതുണ്ടാവുക? ബി ക്രോസ് സി ഉണ്ടാവുക. അപ്പോൾ ഈ എ പ്ലെയിനിലാണ്, ബി ക്രോസ് സി എവിടെയാണ്? പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലെയിനുമാണ്. അപ്പോൾ ഈ എൻ്റെയും ബി ക്രോസ് സിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്രയായി? 90 ഡിഗ്രി. രണ്ടും പെർപെൻഡിക്കുലർ ആയി. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് എടുക്കുമ്പോൾ ആൻസർ എന്താവും? 0 ആവും. കാരണം എ ബി കോസ് തീറ്റ എന്നല്ലേ ഡോട്ട് പ്രോഡക്റ്റ് കോസ് 90 വരും. അപ്പോൾ ആൻസർ എന്ത് വരും? 0 വരും. അപ്പോൾ 3 വെക്റ്റേഴ്സ് കോപ്ലാനാർ ആണെങ്കിൽ അതിൻ്റെ ബോക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും വരിക. അപ്പോൾ ഞാൻ ഇവിടെ എ ബി സി ഉണ്ടാക്കും. വെക്റ്റർ എ ഈസ് ഈക്വൽ ടു ഇതിന് രണ്ടിനല്ലേ ജോയിൻ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു 4 - 3 1 i ക്യാപ്പ് പ്ലസ് എക്സ് - 2 j ക്യാപ്പ് പ്ലസ് 4 k ക്യാപ്പ്. അതേപോലെ ബിയും സിയും ഉണ്ടാക്കണം. ബി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടല്ലേ ജോയിൻ ചെയ്യണം. അപ്പോൾ 4 - 3 1 i ക്യാപ്പ് 2 - 2 0 j ക്യാപ്പ് മൈനസ് 3 ക്യാപ്പ് k ക്യാപ്പ്. ഇനി സി 6 - 3 3 i ക്യാപ്പ് 5 - 2 പ്ലസ് 3 j ക്യാപ്പ് -1 - 1 -2 k ക്യാപ്പ്. ഈ 3 എണ്ണമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട ബോക്സ്. ബോക്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് കിട്ടൽ? ബോക്സ് എ ബി സി ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എടുക്കൽ ഈക്വൽ ടു 0. ആദ്യത്തെ വെക്റ്റർ നമ്പേഴ്സ് ഏതൊക്കെയാ? 1 x - 2 4. അടുത്ത് 1 0 - 3. കാരണം ഇവിടെ ജെ അല്ലല്ലോ, അപ്പോൾ 0 ഇടേണ്ടി വരും. അടുത്ത് 3 3 - 2 ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, 1 × 0 - -9 മൈനസ് x - 2 × -2 -9 പ്ലസ് 9 പ്ലസ് 4 × 3 - 0 ഈക്വൽ ടു 0. ഇതെത്ര വരിക? 9 മൈനസ് ഇതെത്ര വരിക? 7 അല്ലേ? 7 × x - 2 പ്ലസ് 4 × 3 12 is equal to 0. ഇതെത്ര വരിക? 9 + 12 21 is equal to 7 × x - 2. അപ്പോൾ x - 2 is equal to 3. x equal to 5 ആയിരിക്കും ഫൈനൽ ആൻസർ വരിക. ഓക്കെ, എക്സ് ഈക്വൽ ടു 5. അപ്പോൾ ഓപ്ഷൻ ഏതാണെന്ന് തരാമെന്ന് ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. എയും ബിയും യൂണിറ്റ് വെക്റ്റേഴ്സ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എത്ര? 1. ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ എ - ബിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. 22ാമത്തെ ക്വസ്റ്റ്യൻ. എ + ബിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക? √(a² + b² + 2ab cos തീറ്റ. എ - ബിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് വരിക?
റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. ഇതിലെന്താ സംഭവിക്കണത്? ഇതിൻ്റെയൊക്കെ മാഗ്നിറ്റ്യൂഡ് 1 അല്ലേ? അപ്പോൾ ഇത് 1 പ്ലസ് 1 മൈനസ് 2 കോസ് തീറ്റ. ഇത് 2 മൈനസ് 2 കോസ് 2നെ പുറത്തെടുത്ത 1 മൈനസ് കോസ് തീറ്റ. 1 മൈനസ് കോസ് തീറ്റ ട്രിഗ്നോമെട്രിയുള്ള റിസൾട്ട് വെച്ചാൽ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്നാവും. അപ്പോൾ അതെന്തായി? 2 × 2 പുറത്ത് വരുമ്പോൾ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 പുറത്ത് വരുമ്പം സൈൻ തീറ്റ ബൈ 2. അപ്പോൾ ആൻസർ എന്താ വരിക? 2 സൈൻ തീറ്റ ബൈ 2 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 23ാമത്തെ ക്വസ്റ്റ്യനിൽ എയും ബിയും സിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ എൻ്റെയും ബീൻ്റെ അടുക്കുള്ള ആംഗിളും ബീൻ്റെയും സീൻ്റെ അടുക്കുള്ള ആംഗിളും ആൻ്റെയും സീൻ്റെ അടുക്കുള്ള ആംഗിളും ഒക്കെ 90 ഡിഗ്രി ആയിരിക്കും. എല്ലാം 90 ഡിഗ്രി. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഇതിനകത്ത് ബോക്സ് എ ബി സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചത്. ബോക്സ് എ ബി സിൻ്റെ വാല്യൂ കിട്ടാൻ എ ഡോട്ട് ബി ക്രോസ് സി ആണ് ചെയ്യേണ്ടത്. എ ഡോട്ട് ബി ക്രോസ് സി. റെഡി അല്ലേ? ഇത് നോക്ക്, ബി ക്രോസ് സി എന്താ വരിക? ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ ബി സി സൈൻ 90 ഇൻറ്റു എൻ ക്യാപ്പ്. ഓക്കെ ആണോ? ഇൻറ്റു എൻ ക്യാപ്പ്. അപ്പോൾ നോക്കിയേ, ഇത് ബി സി സൈൻ 90 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ് ഇൻറ്റു എൻ ക്യാപ്പ്. അപ്പോൾ ഇവിടെ എന്താ വരിക? നിങ്ങൾ എ ഡോട്ട് ഇവിടെ എന്താ ഉണ്ടാവുക? ബി സി എൻ ക്യാപ്പ്. ഈ ബിയും സിയും നമ്പറല്ലേ, മാഗ്നിറ്റ്യൂഡ് അല്ലേ. അപ്പോൾ ബിയും സിയും ഇവിടെ നിന്നോട്ടെ. ബാക്കി എന്താ ഉണ്ടാവുക? ബിയും സിയും ഇവിടെ നിന്നിട്ട് എ ഡോട്ട് എൻ ക്യാപ്പ്. നിങ്ങൾ ഓർക്കേണ്ടത് എയും ബിയും സിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ല. അപ്പോൾ എ എങ്ങോട്ടായിക്കോട്ടെ, ബി ഇങ്ങോട്ട്, സിയും ഇങ്ങോട്ട്. ഈ ബിയും സിയും കൂടെ ക്രോസ് എടുത്താൽ ഇതിന് രണ്ടിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ എൻ ക്യാപ്പ് ശരിക്ക് എൻ്റെ ഡയറക്ഷനിലാണ്. ഈ ഡയറക്ഷനിലാണ് എൻ ക്യാപ്പ്. അത് യൂണിറ്റ് വെക്ടറാണ്. ഡയറക്ഷൻ ഏതാണ്? എൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഈ എൻ്റെയും എന്നിൻ്റെയും ഇടക്കുള്ള ആംഗിൾ എത്ര ആയിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. അപ്പം ഞാൻ ഇത് രണ്ടും കൂടെ ഡോട്ട് എടുക്കും. ഇവിടെ മോഡ് ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് സി ഇൻറ്റു എ ഡോട്ട് എൻ എടുക്കും. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എൻ ക്യാപ്പ് ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റ എത്ര? അവിടെ 0. അപ്പം എന്താ വരിക? ബി സി എ മാഗ്നിറ്റ്യൂഡ് ഓഫ് എൻ എത്ര? 1. കോസ് 0 എത്ര? 1. അപ്പോൾ ആൻസർ എന്താ വരിക? എ ബി സി ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത്. എ ബി സി. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും ഓപ്ഷൻസ് കേട്ടോ. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടിരിക്കുന്നത് ബീൻ്റെ സീൻ്റെ ഇടക്കുള്ള ആംഗിൾ 90 ആണ്. പക്ഷേ എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡയറക്ഷനിൽ വരും. കാരണം ഇത് രണ്ടും നമ്മൾ ആദ്യം ക്രോസ് പ്രോഡക്റ്റ് അല്ല എടുത്തത്. ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പം ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, അതായത് എൻ്റെ ഡയറക്ഷനിലായിരിക്കും എന്ത് വരുന്നത്? എൻ ക്യാപ്പ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ എയും ബിയും തന്നിട്ട് എ പ്ലസ് ബിയും എ മൈനസ് ബിയും ഓപ്ഷൻസിൽ പാരലൽ പെർപെൻഡിക്കുലർ ഒക്കെയാണ് ഉള്ളത്. ഒരു വെക്ടർ A1 i ക്യാപ്പ് പ്ലസ് B1 j ക്യാപ്പ് പ്ലസ് C1 k ക്യാപ്പ്. ബി എന്ന് പറയുന്ന വെക്ടർ A2 i ക്യാപ്പ് പ്ലസ് B2 j ക്യാപ്പ് പ്ലസ് C2 k ക്യാപ്പ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും പാരലൽ ആണെന്ന് ഇരിക്കും. പാരലൽ ആവാനുള്ള കണ്ടീഷൻ എന്താ അറിയോ? A1 by A2 is equal to B1 by B2 is equal to C1 by C2 ആണ്. പെർപെൻഡിക്കുലർ ആയുള്ള കണ്ടീഷൻ ഡോട്ട് പ്രോഡക്റ്റ് 0 ആവുക. അപ്പോൾ A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2ൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഞാനിവിടെ എ പ്ലസ് ബി കാണും, എ മൈനസ് ബിയും കാണും. എ പ്ലസ് ബി സി ഈക്വൽ 4 i ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് മൈനസ് കെ ക്യാപ്പ്. എ മൈനസ് ബി കണ്ടാൽ മൈനസ് 2 i ക്യാപ്പ് പ്ലസ് 3 ജെ ക്യാപ്പ് മൈനസ് 5 കെ ക്യാപ്പ്. ഇതൊരിക്കലും A1 by A2 ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ -2, ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 1/3 ആണ്. അപ്പോൾ ഒരിക്കലും എന്തല്ല, പാരലൽ അല്ല. പിന്നെ പെർപെൻഡിക്കുലർ കണ്ടീഷൻ A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2ൻ്റെ വാല്യൂ കണ്ടാൽ എന്താ കിട്ടുക? 4 × -2 -8 പ്ലസ് 3 പ്ലസ് -1 × -7 പ്ലസ് 5. അപ്പോൾ ആൻസർ എത്രയായി? 0 ആയി. ഇത് 0 ആയതുകൊണ്ട് ആൻസർ എന്തായിരിക്കും? പെർപെൻഡിക്കുലറിൻ്റെ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. 25ാമത്തെ ക്വസ്റ്റ്യനിൽ എ ക്രോസ് ബിൻ്റെ മാഗ്നിറ്റ്യൂഡും എന്ത് തന്നിട്ടുണ്ട്? 2 തന്നിട്ടുണ്ട്. ബോക്സ് എ ബി എ ക്രോസ് ബിൻ്റെ വാല്യൂ ചോദിച്ചു.
ബോക്സ് എ ബി സി എന്താ? ബോക്സ് എ ബി സിൻ്റെ വാല്യൂ രണ്ട് രീതിയിൽ എഴുതാം. ഒന്ന് എ ഡോട്ട് ബി ക്രോസ് സി, അതല്ലെങ്കിൽ എ ക്രോസ് ബി ഡോട്ട് സി. രണ്ട് രീതിയിൽ എഴുതാം. എ ഡോട്ട് ബി ക്രോസ് സി അല്ലെങ്കിൽ എ ക്രോസ് ബി ഡോട്ട് സി, രണ്ടാലും പ്രശ്നമില്ല. ഇത് രണ്ടുമാണ്, ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. അത് വെച്ചിട്ട് ഇതിന് ഞാൻ ഇത് രണ്ടും ക്രോസ് എന്നിട്ട് ഇതിട്ട് ഡോട്ട് എടുത്ത്, ഇത് രണ്ടും കൂടെ ക്രോസും എന്നിട്ട് ഇതിലൂടെ ഡോട്ടും കൂടെ എടുത്തു, ഡോട്ട് പ്രോഡക്റ്റ്. അപ്പോൾ എന്താ വരിക? എ ക്രോസ് ബി ഡോട്ട് എ ക്രോസ് ബി എന്നായില്ലേ. എടാ എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ അത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എൻ്റെ സ്ക്വയറാണ്. അത് വെച്ച് ഇത് നോക്കുമ്പം ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബീൻ്റെ എന്താണ്? സ്ക്വയറാണ്. ഇത് തന്നിട്ടുണ്ട് 2, അപ്പോൾ 2 സ്ക്വയർ. ആൻസർ എത്ര? 4 ആയിരിക്കും ഫൈനൽ ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 26ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ട്രയാങ്കിൾ എ ബി സി ഉണ്ട്. അതിലുള്ള എൻ്റെയും ബിൻ്റെയും സിൻ്റെയും പൊസിഷൻ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയയാണ് ചോദിച്ചത്. നമ്മൾ എന്ത് ചെയ്യും? രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ഉണ്ടാക്കും. ഒന്ന് എയും ഒന്ന് ബിയും. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അത് ഹാഫ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണ്. അപ്പം ഞാൻ എയും ബിയും കണ്ട് എ ക്രോസ് ബി കണ്ടുപിടിക്കണം എന്നർത്ഥം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി അല്ലേ? വെക്റ്റർ എ ബി അല്ലേ? വെക്റ്റർ എ ബി എന്ന് പറഞ്ഞാൽ ബീൻ്റെ പൊസിഷൻ വെക്റ്റർ മൈനസ് എൻ്റെ പൊസിഷൻ വെക്റ്റർ. മൈനസ് ചെയ്തോ? 0 i ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് 2 k ക്യാപ്. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. എനിക്ക് വേണ്ടത് ബി. ബി എന്ന് പറഞ്ഞാൽ ഏതാ? എ സി ആണ്. എ സി എന്താടാ? ഒ സി മൈനസ് ഒ എ. അപ്പോൾ ഇത് ഇതാ മൈനസ് ചെയ്യണ്ടേ? 2i മൈനസ് ഐ 3j മൈനസ് ജെ പ്ലസ് 2j k മൈനസ് k 0. ഇനി ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? എ ക്രോസ് ബി കാണണം. എ ക്രോസ് ബി is equal to എ ക്രോസ് ബി ഈക്വൽ ടു ഐ ജെ കെ. ഫസ്റ്റത്തെ 0 1 2, അടുത്തതിൻ്റെ 1 2 0. റെഡി അല്ലേ? ഇതെന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്താൽ എ ക്രോസ് ബീൻ്റെ വാല്യൂ ഐ ഇൻറ്റു 0 മൈനസ് 4 മൈനസ് ജെ ഇൻറ്റു 0 മൈനസ് 2 പ്ലസ് കെ ഇൻറ്റു 0 മൈനസ് 1 മൈനസ് 4 ഐ ക്യാപ് പ്ലസ് 2 ജെ ക്യാപ് മൈനസ് കെ ക്യാപ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എത്രയാടാ? റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ 16, അടുത്തതിൻ്റെ സ്ക്വയർ 4, അടുത്തതിൻ്റെ സ്ക്വയർ 1. ഇത് എത്ര ഉണ്ടാവുക? റൂട്ട് 21. അപ്പോൾ ആൻസർ 1/2 ഇൻറ്റു റൂട്ട് 21. ആൻസർ വരിക റൂട്ട് 21/2 ആയിരിക്കും. ആൻസർ വരിക ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ 'എയും ബിയും സിയും 3 പോയിന്റ്സ് എന്നിട്ട് കൊളീനിയർ ആണെങ്കിൽ ഈ പോയിന്റ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എത്രയെന്നാ ക്വസ്റ്റ്യൻ. അപ്പോൾ വെക്ടേഴ്സ് വെച്ച് ചെയ്യണം. ഞാൻ എ ബി എന്ന് പറഞ്ഞ വെക്ടറും ബി സി എന്ന് പറഞ്ഞ വെക്ടറും ഉണ്ടാക്കും. എ ബി എന്ന് പറഞ്ഞ വെക്ടർ കിട്ടാൻ 5 മൈനസ് 1 4 ഐ ക്യാപ് 0 മൈനസ് മൈനസ് 2 പ്ലസ് 2 ജെ ക്യാപ് മൈനസ് 2 മൈനസ് മൈനസ് 8. അപ്പോൾ എന്താ? 8 മൈനസ് 2 6 കെ ക്യാപ്. അടുത്ത ഞാൻ ബി സി കണ്ടുപിടിച്ച്. ബി സി എന്ന് പറഞ്ഞാൽ എന്താ? ഇതല്ലേ? ഇപ്പം 11 മൈനസ് 5 6 ഐ ക്യാപ് 3 മൈനസ് 0 പ്ലസ് 3 ജെ ക്യാപ് 7 മൈനസ് പ്ലസ് 9 കെ ക്യാപ്. ഇങ്ങനെ കിട്ടും. എന്നോട് ചോദിച്ചത് ഈ റേഷ്യോ അല്ലേ m/n. അപ്പോൾ എ ബി ബൈ ബി സി കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ വെക്ടർ ഡിവൈഡഡ് ബൈ ബി സി എന്ന് പറഞ്ഞ വെക്ടർ എഴുതാൻ പോവാം. ഇത് ശരിക്കും എത്രയാണ് നോക്കിയേ? ഇത് 2 ഇൻറ്റു എത്ര വരിക? 2 ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് 3 കെ ക്യാപ്. ഇങ്ങനെയല്ല ഉള്ളത്. ഇതിന് ഞാൻ 3നെ പുറത്തെടുത്താൽ 2 ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് 3 കെ ക്യാപ്. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾ ഇത് രണ്ടുകൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 2/3 അല്ലേ വരിക? അപ്പോൾ എ ബി ബൈ ബി സി എത്ര? 2/3. അപ്പോൾ റേഷ്യോ എത്ര ആയിരിക്കും? m/n 2:3 ആയിരിക്കും. കാരണം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡുകൾ ഇതേ റേഷ്യോയിലായിരിക്കുമല്ലോ. ഓക്കെ ആണോ? പറഞ്ഞാൽ ക്ലിയർ ആയിരിക്കണം. ഇത് രണ്ടും കണ്ടുപിടിച്ച് ഒരേ ടേംസിൽ എന്നിട്ട് ഡിവൈഡ് ചെയ്ത് അപ്പോൾ റേഷ്യോ എന്ത് വന്നു? 2/3. 2:3 ആണ് 27ൻ്റെ ആൻസർ വരും. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ 28ാമത്തെ ക്വസ്റ്റ്യനിലുള്ളത് നോക്ക്. എ ഡോട്ട് ഐ ഇൻറ്റു ഐ, എ ഡോട്ട് ജെ ഇൻറ്റു ജെ, എ ഡോട്ട് കെ ഇൻറ്റു കെൻ്റെ വാല്യൂ. എ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വെക്ടറാണ്. അപ്പം ഞാൻ എക്ക് എ ഐ ക്യാപ് പ്ലസ് ബി ജെ ക്യാപ് പ്ലസ് സി കെ ക്യാപ് എന്ന് കൊടുത്ത് നോക്കിയാൽ നിങ്ങൾ എ ഡോട്ട് ഐ ചെയ്താൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കല്ലേ. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ശരിക്ക്
ഐ എന്ന് പറഞ്ഞ വെക്ടർ ഇപ്പോൾ ബി ആണെങ്കിൽ അത് ഐ മാത്രമല്ലേ ഉള്ളൂ, ജെയും കെ ഇല്ല, അത് രണ്ട് 0 അല്ലേ, നമ്പർ 0 അല്ലേ. അപ്പോൾ എ ഡോട്ട് ഐ എടുക്കുമ്പോൾ എന്താ വരിക, എ ഇൻറ്റു 1 പ്ലസ് ബി ഇൻറ്റു 0 പ്ലസ് സി ഇൻറ്റു 0. അപ്പോൾ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എ ഡോട്ട് ഐ. അതുപോലെ ഞാൻ എ ഡോട്ട് ജെ ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക, ബി ആയിരിക്കും കിട്ടുക. എ ഡോട്ട് കെ ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക, സി ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തായി, എ ഐ ക്യാപ് പ്ലസ് ബി ജെ ക്യാപ് പ്ലസ് സി കെ ക്യാപ്. അതെന്ത് തന്നെയാണ്, വെക്റ്റർ എ തന്നെയാണ്. അപ്പോൾ ആൻസർ വരെ ഓപ്ഷൻ ബി ആയിരിക്കും വെക്റ്റർ എ. അടുത്ത ക്വസ്റ്റ്യൻ 29ാമത്തെ ക്വസ്റ്റ്യൻ എയും ബിയും യൂണിറ്റ് വെക്ടറാന്ന് പറഞ്ഞിട്ടുണ്ട്. വെക്ടർ എയും വെക്ടർ ബിയും. അപ്പോൾ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ 1 നിർത്തും. അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ എ പ്ലസ് ബി യൂണിറ്റ് വെക്ടർ ആവണം. അതിന് തീറ്റൻ്റെ വാല്യൂ എത്രയാണ് വരേണ്ടത്? അപ്പോൾ നോക്ക്, എ പ്ലസ് ബി ഇത് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1. പിന്നെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെയായിട്ടിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇതിൻ്റെ വാല്യൂ അല്ലേ 1 വരണ്ട്. റൂട്ട് ഒഴിവാക്കുക, സ്ക്വയർ ചെയ്താൽ. എന്നിട്ട് എൻ്റെ മീൻ്റെയൊക്കെ വാല്യൂ 1 കൊടുത്താൽ 1 പ്ലസ് 2ab 2 ഇൻറ്റു 1 കോസ് തീറ്റ ഈക്വൽ ടു 1. ഇത് 1 1 അല്ല, ഒരു 1 1 കട്ട് ചെയ്യും, ഒരു 1 പുറമായി 2 കോസ് തീറ്റ ഈക്വൽ ടു -1. അപ്പോൾ കോസ് തീറ്റൻ്റെ വാല്യൂ എത്ര വരുന്നത്, -1/2. അപ്പോൾ തീറ്റൻ്റെ വാല്യൂ കോസ് ഇൻവേഴ്സ് -1/2. ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിച്ചാണല്ലോ. അപ്പോൾ തീറ്റൻ്റെ വാല്യൂ വരിക 120 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ 2π/3 റേഡിയൻ. 120 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത്, ഓപ്ഷൻ ഡി 2π/3. ഓക്കെ, അത് ഓർത്തോളുണ്ടു. ഇങ്ങോട്ടൊരു വെക്ടർ മാഗ്നിറ്റ്യൂഡ് വെക്ടർ എ ആയിക്കോട്ടെ, മാഗ്നിറ്റ്യൂഡ് എ. ഇങ്ങോട്ടൊരു വെക്ടർ, ഇതിന് മാഗ്നിറ്റ്യൂഡ് എ ആണ് ശരിക്കും. ഇതിനിടയ്ക്കുള്ള ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെ ആയിരിക്കും, എ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് യൂണിറ്റ് വെക്ടർ, ഇത് യൂണിറ്റ് വെക്ടർ, റിസൾട്ടൻറ്റോ യൂണിറ്റ് വെക്ടർ വരണമെങ്കിൽ എന്ത് സംഭവിക്കണം, ഇതിനിടയ്ക്കുള്ള ആംഗിൾ 120. ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഒരു യൂണിറ്റ് വെക്ടർ 30 ഡിഗ്രി വിത്ത് എക്സ് ആക്സ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് പറഞ്ഞ യൂണിറ്റ് വെക്ടർ ഓൺ XY പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. XY പ്ലെയിനിലാണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ യൂണിറ്റ് വെക്ടർ ഏതാണെന്നാണ് ഓപ്ഷൻസിലുള്ളത്. 30 ഡിഗ്രിയാണ് എന്തായിട്ട് ഉണ്ടാക്കുന്നത്, പോസിറ്റീവ് എക്സ് ആക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എക്സ് ആക്സ് ആണെങ്കിൽ വെക്ടർ ഇങ്ങനെയാണുള്ളതെന്ന് ഇരിക്കുക. ഈ വെക്ടർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആംഗിൾ എത്ര, 30 ഡിഗ്രി, ഇത് എക്സ് ആക്സും. ഓക്കെ അല്ലേ, ഇങ്ങനെയാണുള്ളത്. ഇതിന് പല വഴികളുണ്ട്. ഒരു വഴി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ആൽഫ ബീറ്റ ഗാമ അറിയില്ല, ഡയറക്ഷൻ ആംഗിൾസ്. എക്സ് ആക്സ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര, 30 ഡിഗ്രി. മാത്രമല്ല ഇത് XY പ്ലെയിനിലല്ലേ, അപ്പോൾ Y ആക്സ് ഉണ്ടാക്കുന്ന എത്ര ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ഇനി Z ആക്സ് ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ അല്ലേ, അപ്പോൾ അത് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ വെച്ചാൽ എനിക്കിതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് കിട്ടും. കോസ് 30 √3/2 കോസ് 60 1/2 കോസ് 90 0. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് കിട്ടിയില്ലേ. അപ്പോൾ എനിക്ക് യൂണിറ്റ് വെക്ടർ എന്തായിരിക്കും എന്നറിയോ, യൂണിറ്റ് വെക്ടർ ഞാൻ എ ക്യാപ്പ് എന്നിട്ട് കേട്ടോ, ഈ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ LI ക്യാപ്പ് പ്ലസ് MJ ക്യാപ്പ് പ്ലസ് NK ക്യാപ്പ് ആയിരിക്കും. അപ്പോൾ ആൻസർ എന്താ വരിക, √3/2 I ക്യാപ്പ് പ്ലസ് 1/2 J ക്യാപ്പ് പ്ലസ് 0 K ക്യാപ്പ്. ഇതായിരിക്കും ആൻസർ വരിക. ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഇതാണ് ഒരു വഴി. എന്ത്, ഒരു ലൈനോ അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ കൊസൈൻസ് കിട്ടിയാൽ അതിനെ നേരെ എന്താക്കിയാൽ മതി, വെക്ടർ ആക്കിയാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും യൂണിറ്റ് വെക്ടർ. ഇങ്ങനെ അല്ലെങ്കിൽ പിന്നുള്ള വഴി എക്സ് ആക്സും Y ആക്സും ആയിക്കോട്ടത്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് P(x,y). ഇതിലോട്ട് ഇങ്ങോട്ട് ജോയിൻ ചെയ്യണ ഈ പോയിൻ്റാണ്, ഈ വെക്ടറാണ് എന്ത്, യൂണിറ്റ് വെക്ടർ, വെക്ടർ എ ക്യാപ്പ്. അപ്പോൾ ഈ പോയിൻ്റ് ഇതിൻ്റെ പൊസിഷൻ വെക്ടർ അല്ലേ ശരിക്കും യൂണിറ്റ് വെക്ടർ. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണല്ലോ, അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 1 ആണ്. ഞാൻ ഇങ്ങനെ നോക്കിയാൽ ഇതല്ലേ എക്സ്, ഇതല്ലേ വൈ, ഈ ആംഗിൾ എത്ര, 30 ഡിഗ്രിയാണ്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാമെന്നറിയോ, ഈ എക്സ് എന്ന് പറയുന്നത് ഈ 1, ഇത് 1 ആണ്, ഇത് 30 ഡിഗ്രിയാണ്, ഇത് 1 കോസ് 30 ആയിരിക്കും. അപ്പോൾ കോസ് 30. അതേപോലെ ഇത് പറഞ്ഞാൽ y = 1 സൈൻ 30. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര, കോസ് 30, വൈൻ്റെ വാല്യൂ എത്ര, സൈൻ 30. ഇത് രണ്ടും കിട്ടിയാൽ എനിക്ക് എ ക്യാപ്പ് എഴുതാം. എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ പീൻ്റെ പൊസിഷൻ വെക്ടർ അല്ലേ, OP. അതെങ്ങനെയാണ് കിട്ടുക, ഈ എക്സും വൈയും കിട്ടിയില്ലേ. അപ്പോൾ എന്താ വരിക, XI ക്യാപ്പ് പ്ലസ് YJ ക്യാപ്പ് ആയിരിക്കും വരുന്നത്. √3/2 I ക്യാപ്പ് പ്ലസ് 1/2 J ക്യാപ്പ്. ഓപ്ഷൻ എ തന്നെ വരും. ഓക്കെ,
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുള്ളത്. 30 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഒന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു.